ചാർജ് ചെയ്തിട്ടുണ്ടായില്ല ഞാൻ മറ്റേ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ കിട്ടണ കിട്ടിയാൽ ഒന്നുമില്ല വലുത് പറഞ്ഞ ചാർജ് ചെയ്തണം അരമണിക്കൂറുണ്ടോ പുതിയ കോലൊന്നും അറിയാൻ പറ്റിയാണ് വർഷങ്ങള് അതും കൂടി റെക്കോർഡ് ചെയ്ത് കേൾക്കണ്ടാവില്ല 100 കൊല്ലം കഴിയും സൈക്കിളിലുള്ള ഷൂട്ട് ചെയ്തത് അതിനിപ്പോൾ നിൽക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ പോവുകയാണേ ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റണില്ല പുല്ലിൻ്റെ ബിൽഡിങ് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാം അല്ല ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് അന്നങ്ങനെ ബ്ലോക്ക് എന്ന് പറയാനുള്ള കുഴപ്പമൊന്നും ഇല്ല വാഹനങ്ങളെ ഹോണടി നമ്മൾ മാത്രം ഉണ്ടായുള്ളൂ കേട്ടോ ആ വണ്ടി പോട്ടെ ഭയങ്കര ആളുകൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞാലേ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടേ ഷൂട്ട് ചെയ്യണ്ട ഞാൻ ഇരുന്നുകൊണ്ട് തന്നെ എടുക്കാം നമ്മൾ അങ്ങനെ വലിയ മാസമായിട്ടൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായില്ല എൻ്റെ പുറയിൽ അപ്പുറത്തെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ മുത്തൂറ്റിൻ്റെയാണേ കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ വണ്ടിയിൽ പോയി ചാരി ഓപ്പണില്ല അപ്പോൾ ഇതാണ് ഹെലിപ്പാഡൊക്കെ ഉള്ള മുത്തൂറ്റിൻ്റെ ബിൽഡിംഗ് കേട്ടോ അന്ന് നമ്മൾ കലൂർ ജംഗ്ഷനിൽ നിന്നാണ് ഈ ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റുമായിരുന്നത് മുത്തൂറ്റ് ടവർ അന്ന് കേരളത്തിലാണോ എറണാകുളം ജില്ലയിലാണോ എന്നറിയില്ല ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നും പറഞ്ഞ് കാണിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇതാണ് അത് നമ്മുടെ വീഡിയോയിൽ കാണാം ഞങ്ങളെ കലൂർ ജംഗ്ഷനിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും വ്യത്യാസമായില്ലേ മെട്രോയും നോക്കണമെന്ന് വെച്ചാൽ റെക്കോർഡ് ആവണ്ടോന്ന് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അറ്റം വരെ ഉണ്ടോ അവിടെയൊക്കെ മണപ്പാട്ടി ആ ജംഗ്ഷനിലൊക്കെ ബ്ലോക്കാണ് ഇന്ന് ഞായറാഴ്ച ഉണ്ടോ ഞായറാഴ്ച അന്നും ഞങ്ങൾ ഞായറാഴ്ച ഈ ടൈമിലാണ് വന്നത് അപ്പോൾ വാഹനത്തിരക്ക് നിങ്ങൾ നോക്കുക എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നോക്കണ്ടേ നമുക്ക് പോവാം ചിത്രങ്ങൾ എടുക്കട്ടല്ലേ ഇപ്പോൾ ആദ്യം കൂടി തന്നെ പോവാം അത് കുറച്ചുള്ളൂ അവിടെ വെയിലാണ് നേരെ വെയിലടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ വേണ്ട ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് അധികം ബ്ലോക്കായി കാണും ആ റെഡായി മണപ്പാട്ടി ജംഗ്ഷൻ റെഡായിട്ടുണ്ടേ നമുക്ക് ഇതിനെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടേ നമുക്കങ്ങനെ അങ്ങ് കവർ ചെയ്ത് പോവാം ഓക്കെ നോർത്ത് പാലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഓ അവിടെയും ബ്ലോക്കാണല്ലോ കൃത്യം അതിൻ്റെ ആ ജംഗ്ഷനിൽ തന്നെ ബസ് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്ത് കളയും അന്നിങ്ങനെ ഒന്നും ഇല്ല വെച്ചടിച്ചങ്ങ് പോകാൻ നമുക്ക് ബ്ലോക്ക് പോയിട്ട് ഇപ്പോൾ സൈക്കിളിന് പോലും പോകാൻ പറ്റാതെ അത്രയും അത്ര ബ്ലോക്കും ഇല്ല ഇതിൽ തന്നെ പോവാം നോക്കിയുള്ളൂ അത് കാണിക്കാൻ പറ്റില്ല
അപ്പോൾ നോർത്തിൽ മുമ്പ് നമുക്ക് ഇവിടെ ഒരു ചെറിയ പാലമുണ്ടായിരുന്നു, ഈ ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കേട്ടോ. ഓട്ടോയ്ക്കും അതാ വീഡിയോയിൽ കാണാം, ഓട്ടോയ്ക്കും ബൈക്കിനൊക്കെ പോകാൻ വേണ്ടി. ഗിയർ മാറ്റിയില്ല, കുഴപ്പമില്ല, ചവിട്ടിക്കറാം. അപ്പോൾ ഇത് കഴിയട്ടെ കേട്ടോ. ഇത് കാണുക മാറ്റങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരു റെയിൽവേയുടെ ആണെന്നറിയില്ല, റൈറ്റ് സൈഡിലൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്, പുതിയതായിട്ട് വരുന്നുള്ളൂ. അപ്പം ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് പണി കഴിഞ്ഞോന്നറിയില്ല. അന്ന് ഈ പാലൊന്നും ഇല്ലല്ലോ, സിംഗിൾ പാലല്ലേ, കയറ്റം കഴിയും. ഇപ്പോൾ ഇവിടെ ഒരു ഹോം കണ്ടു, ഉടുപ്പി ഹോം, വർഷങ്ങളായിട്ടുണ്ട്. നമ്മളത് പറയാറുണ്ട്, എന്നാലും ഒന്നുകൂടി പറയണം, ഓർമ്മിപ്പിക്കണം. നമ്മൾ ടൗൺ ഹാളിനടുത്തെത്തി എറണാകുളം. അതേ സ്പീഡ് വേണ്ടല്ലോ, അതാണ് ബെറ്ററാണ്. ബസ് മധുരയ്ക്ക് പോലെ പോട്ടെ. ഈ ബിൽഡിങ്ങൊക്കെ പമ്പ് ഉണ്ടായിരുന്നോന്നറിയില്ല, അന്ന് ഓർക്കണില്ല. ആ വിഷ്വൽസിൽ ഇതൊന്നും അത്രത്തോളം അറിയില്ല. കാരണം മറ്റേ കച്ചേരിപ്പടിന്ന് ഉണ്ട്, കാരണം അവിടെയൊക്കെ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അന്ന കാലത്ത് കടകളും കാര്യങ്ങളും. ബാക്കി എല്ലായിടത്തും വെളിപ്പുറം പോലെ കിടക്കായിരുന്നു. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള സംഗതി അന്ന് കാണിച്ചില്ല. അതൊരു മണ്ടത്തരായിരുന്നു ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ അധികം സമയമില്ല നമുക്ക് ഷൂട്ട് ചെയ്യാനേ. നമുക്ക് 3 ബാറ്ററിയിൽ കഷ്ടിച്ച് ചാർജ് 20 മിനിറ്റിൻ്റെ ചാർജ് കിട്ടും. 20 മിനിറ്റിൻ്റെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിനുള്ള സൗകര്യമുള്ളൂ. വീഡിയോ കാസറ്റാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ കച്ചേരിപ്പടി ജംഗ്ഷൻ എത്തിയുണ്ട്. നേരെ ഫാർമസി ജംഗ്ഷൻ. കടലേശ്വരി പോകാൻ പറ്റുമെന്നറിയില്ല, പോകാം. അപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന സംഗതി കേട്ടോ. മാറ്റങ്ങളുണ്ടോയെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കി അറിയാം. ഇതിപ്പോൾ ഫാർമസി ജംഗ്ഷനാണ്. റെക്കോർഡിംഗ് ഉണ്ട്. നമുക്ക് പതിയെ ആ ഫാർമസി ജംഗ്ഷൻ അവിടെ നിന്ന് കയറി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് കഴിയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചാടാം. അവിടെ നിന്ന് ഇങ്ങോട്ട്